ദാനിയേൽ അധ്യായം 4. നബൂഖദ്നേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്: നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമായി ഉണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത്! അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ! അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത്. നബൂഖദ്നേസറായ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ സ്വൈര്യമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു. മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദായരും ജ്യോത്സ്യന്മാരും വന്നു. ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എൻ്റെ ദേവന്റെ നാമധേയമനുസരിച്ച് ബെൽത്തഷാസർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: മന്ത്രവാദികളിൽ പ്രമുഖനായ ബെൽത്തഷാസർ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞേയമല്ലെന്നും എനിക്കറിയാം. ഇതാ ഞാൻ കണ്ട സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം പറയുക. എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ്. ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു. ആ വൃക്ഷം വളർന്നു വലുതായി. അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഭംഗിയുള്ള ഇലകളോട് കൂടിയ അത് ഫലസമൃദ്ധമായിരുന്നു. എല്ലാവർക്കും ആവശ്യകമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു. വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അഭയം തേടി. ആകാശപ്പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഈ വൃക്ഷം വെട്ടിമുറിച്ച് കൊമ്പുകൾ ഛേദിച്ച് ഇലകൾ തല്ലിക്കൊഴിച്ച് കായ്കൾ ചിതറിച്ച് കളയും. വന്യമൃഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ നിന്നും ഓടി ഒളിക്കട്ടെ. അതിൻ്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ. വന്യമൃഗങ്ങളോടുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവൻ്റെ വിധി. അവന് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിന്റെ മനസ്സ് ലഭിക്കട്ടെ. 7 സംവത്സരം അവൻ അങ്ങനെ കഴിയട്ടെ. ഈ വിധി ദൂതന്മാരുടെ പരിശുദ്ധന്മാരുടെ കൽപ്പന അനുസരിച്ചാണ്. അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കുന്നവർക്ക് അവിടുന്ന് അത് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും